എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു വീഡിയോ ഇടേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തതല്ല. കാരണം വളരെ അത്ഭുതമായ ഒരു സംഭവമാണിപ്പോൾ നടന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിടുന്നത്. ഞാൻ ഇന്ന് 1 മണിയായപ്പോൾ സ്കൂളിൽ നിന്നും ഞാനും എൻ്റെ ഫ്രണ്ട്സ്, അതായത് മൃദുലയും രേഖയുമായിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്നും ഒരാവശ്യത്തിനായിട്ട് കോട്ടയം വരെ പോകാനായിട്ട് ഇറങ്ങി. ഇന്ന് ഞാൻ സ്കൂട്ടറിനല്ലായിരുന്നു, ഇന്ന് അവരുടെ കൂടെ ബസ്സിന് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എന്നും MC റോഡിൽ ബോർമക്കവലയ്ക്കും ബുക്കാനൻ കവലയ്ക്കും ഇടയ്ക്കുള്ളതായ ആ ജംഗ്ഷൻ, അതായത് ഞങ്ങളുടെ ബിഷപ്പ് ബീച്ചിൽ നിന്ന് ഇറങ്ങി വരുന്ന അവിടെ ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ എന്നും മൃദുലയൊക്കെ നിൽക്കുന്നതായ ആ സ്റ്റോപ്പിൽ ഭയങ്കരമായ വെയിൽ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഒരു പോസ്റ്റിൻ്റെ കീഴിലാണ് വന്ന് നിന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ സമയമായിട്ട് ഞങ്ങൾക്ക് 10 മിനിറ്റായി ബസ്സൊന്നും കിട്ടാതായി. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞു, നമുക്കൊരു സെൽഫി എടുക്കാമെന്ന്. ഞങ്ങൾ 3 പേരും കൂടി ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് വളരെ ഹാപ്പിയായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ബുക്കാനൻ കവലയിൽ നിന്നും ഒരു കാറ് വളരെ സ്പീഡിലാണ് വരുന്നത്. പക്ഷേ സൈഡിൽ ചേർന്ന് വന്നപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഞങ്ങളെ പരിചയമുള്ള ആരെങ്കിലും ആകും, ഞങ്ങൾക്കൊരു ലിഫ്റ്റ് തരുമായിരിക്കും എന്നൊക്കെ കരുതി. പക്ഷേ ആ കാറ് വന്നിട്ട് നേരെ വന്നത് ഞങ്ങൾ നിൽക്കുന്ന അവിടേക്ക് വന്നിട്ട് ആ പോസ്റ്റിനിട്ട് ഇടിച്ചു. അതേ ഞാൻ ഓർക്കുന്നുള്ളൂ, എനിക്കറിയില്ല എന്താ പറ്റിയെന്നറിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന മതിലിൽ ഇങ്ങനെ ചാടി തൂങ്ങിക്കിടന്ന് എൻ്റെ കൈ വയ്യാതിരിക്കുകയാണ്. കൈ ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന 2 കമ്പിയുണ്ട്. അപ്പം എനിക്കറിയില്ല, ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ എന്നെ ഒരു അദൃശ്യമായ കരം, അത് ദൈവത്തിൻ്റെ കരമാണ്, എന്നെ പിടിച്ച് അതിൽ ഞാനിങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും, അവരെ എനിക്ക് കാണാൻ പറ്റില്ല. അവർ ഈ ശബ്ദം കേട്ടപ്പോൾ കണ്ണടച്ചു. ഞാൻ നോക്കുമ്പോൾ പുക മാത്രമല്ല. എൻ്റെ വിചാരം അവർ തീർന്നു, അവർ മരിച്ചു എന്ന് എൻ്റെ വിചാരം. ഞാൻ പെട്ടെന്ന്, എനിക്കറിയില്ല, എൻ്റെ ബോധം അങ്ങ് പോകുന്നു. ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുക. ഈ വണ്ടി ഇടിച്ചിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നിടിച്ചു. എനിക്കിപ്പോഴും വേദനയുണ്ട്. അതുപോലെ കയ്യെന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ പനിച്ച് വരുന്നുണ്ട്. എന്നാൽ മുറിവില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേന് ആ വണ്ടി ഒന്ന് മുന്നോട്ട് പോയിട്ടൊന്ന് കറങ്ങി വന്നിട്ട് വീണ്ടും ഒരു ഇടിയും കൂടെ ഇടിച്ചപ്പോൾ എന്നെ ആരോ തള്ളി മാറ്റുന്ന പോലെയാണ്. ഞാൻ പെട്ടെന്ന് അപ്പുറത്തൊരു മതിലിനകത്തോട്ട് അവരുടെ ഗേറ്റിൻ്റെ ഇടയിൽ ഞാൻ ഓടി കയറി വന്നു. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ പിള്ളേരെന്ത് ചെയ്യും, അവരെ കാണുന്നില്ല അവർ പേടിച്ച് വിറച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും വലുതായിട്ട് വേറൊന്നും പറ്റിയില്ല. എന്നാൽ പോലും ഒരു നിമിഷം ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് തന്നെ പറയാം. സത്യത്തിൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിന്ന് എൻ്റെ പിതാവ് എപ്പോഴും പറയും. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പോകാമെന്ന്. ഒരുപക്ഷെ എൻ്റെ പിതാവ് വിളിച്ച ദൈവം സർവശക്തനാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് ഈശ്വര അനുഗ്രഹം ഉണ്ടാകും. ഞങ്ങളെ 3 പേരെയും രക്ഷിച്ചത് ദൈവമാണെന്നുള്ളതിന് വളരെ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ കരങ്ങൾ തൊടുന്നത് ഞങ്ങൾ 3 പേരും അറിഞ്ഞു. ഈ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ദൈവം ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങൾ 1000 നന്ദികൾ അർപ്പിക്കുകയാണ്. നന്ദി.